മഹാത്മാഗാന്ധിയിലേക്കും അതുപോലെ തന്നെ വീർ സവർക്കറിലേക്കും വരുന്നതിന് മുൻപ് ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ്. ആ ആഘോഷം നടക്കുന്ന ചെങ്കോട്ടയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചല്ലോ. ആ ചെങ്കോട്ടയിലേക്ക് വരാതെ വിട്ടുനിന്ന പ്രതിപക്ഷ നേതാവുണ്ട്. അയാളുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. ഒരു പാർട്ടിയുണ്ട്, കോൺഗ്രസ്. വർഷങ്ങളായി ഭരിച്ചതാണ് ഇന്ത്യയെ. ആ പാർട്ടിയുടെ ഇന്നത്തെ നേതാവ് വന്ധ്യവയോധികനായ മല്ലികാർജുൻ ഖാർഗെ. അദ്ദേഹവും ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്തിട്ടില്ല. സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരുമാണ്. സ്വാതന്ത്ര്യ സമരത്തോടും സ്വാതന്ത്ര്യ സമര സേനാനികളോടും എന്തിന് സ്വന്തം രാജ്യത്തോടും കൂറുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവെന്നും കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ എന്നുമുള്ള രണ്ട് പദവികളെ ബഹുമാനിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവർ രണ്ടുപേരും ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളിൽ അവിടെ ഉണ്ടാകുമായിരുന്നു. അതിൽ നിന്ന് വിട്ടുനിന്നതിലൂടെ അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ അപമാനിച്ചത്. ഇനി ഒരിക്കലും രാജ്യം ഭരിക്കാൻ യോഗ്യതയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ ലക്ഷ്യം അവർ നിറവേറ്റിയാലും ഇവരാണല്ലോ അപ്പുറത്തുള്ളത് എന്ന് കരുതി ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് വിട്ടുനിന്നതിലൂടെ നമ്മൾ കാണുന്നത്. മാത്രമല്ല, ഇതൊരു ദേശീയ തലത്തിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങളിൽ എന്തിനാ റിപ്പോർട്ടറിന്റെ ആസ്ഥാനത്ത് വരെ രാവിലെ ദേശീയ പതാക ഉയർത്തിയത് എന്തുകൊണ്ടാണ്? ദേശീയ പതാകയെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ പൊരുതി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. വീടുകളിൽ പതാക ഉയർത്തിയവരുണ്ട്, സ്ഥാപനങ്ങളിൽ പതാക ഉയർത്തിയവരുണ്ട്. എന്തിനാ ദേശീയ പതാക എന്ന് സല്യൂട്ട് ചെയ്യാതെ രാവിലത്തെ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങിയിട്ടുള്ള ആരും തന്നെ ഉണ്ടാകില്ല.